സൈക്കിൾ ഓട്ടാനാണോ ബൈക്ക് ഓടിക്കാനാണോ ഇഷ്ടം? എനിക്കാണെങ്കിൽ ബൈക്ക് ഓടിക്കാനോ. ശരിക്കും സൈക്കിൾ ഓട്ടി കഴിയണ്ടേ? പഠിക്കണ്ടേ? നമുക്ക് ബൈക്കിന്റെ പഠിക്കാൻ പോയാലോ? ഇന്ന് നമ്മള് രമ്മയ്ക്ക് വേണ്ടി ഒരു ബൈക്ക് സ്റ്റണ്ടിങ് മാസ്റ്റർ കാണാൻ പോവാണ്. സാമി so bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire, burning high, feel the heat. ബൈക്ക് ഓടിക്കുമ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും ബൈക്കിൽ കയറി. എന്നിട്ട് ഒരു റൈഡൊക്കെ കൊണ്ടുപോയിരുന്നു. നേരത്തെ ആണെങ്കി ചിലപ്പോ ചേട്ടന് അടിയായിരുന്നു. അങ്ങോട്ട് ഇപ്പൊ വേറെ ആ ഞാനാ വരുന്നതിന്റെ ഇടയ്ക്ക്. ആ പൊളിയാണ്. കുറച്ച് എംപ്ലില്ലേ ഞാന് ഇവിടെ നിക്കായിരുന്നു. അപ്പൊ സാമി വന്നായിരുന്നു നേരത്തെ. എന്നിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇച്ചിരി റൈഡൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ആണെങ്കി കണ്ടായിരുന്നു ഞാനെ പറക്കുന്നവിടെ വീടില്ലായിരുന്നു പറഞ്ഞ. പിന്നെ ഇവിടെ അതാണ് സാമി. ഈ റേസിന്റെ മാസ്റ്റർ പേടിച്ചോണ്ടിരിക്കാണ്. നേരത്തെ ഞാൻ ബൈക്കിൽ പോയില്ലേ, ആ ചേട്ടന് വരുന്ന കേട്ടാ. ആ ഞാൻ ചേട്ടനാണ് വിളിക്ക. ആ ചേട്ടനും ഒരു മാസ്റ്റർ തന്നെയാണ്. ഇതില് പറക്കൂട്ടാ, പറക്കണം നല്ലത്.
കയറി. എന്നിട്ടാണെങ്കി സാമി റൈഡ് അടിച്ച്. പിന്നെ ആണെങ്കി എനിക്കൊന്നും പേടിയുണ്ടായിരുന്നില്ല. പിന്നെ ആ പൊടിയൊക്കെ കണ്ണിൽ ചെറുതായിട്ടൊക്കെ കൊണ്ടായിരുന്നു. പിന്നെ കണ്ണൊക്കെ അടഞ്ഞായിരുന്നു. അത്രേ ഉള്ളു. എനിക്കിഷ്ടായിട്ടാ റൈഡ്. ശരിക്കും പറഞ്ഞ ശരിക്കും ഇഷ്ടായി. പിന്നെ മണ്ണൊക്കെ തുറക്കണ്ടായിരുന്നു. അതൊക്കെ കാര്യമാക്കിയില്ല. തൊണ്ണൂറുകളിലൊക്കെ ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലതും ചെയ്യണം, പലതും ആവണം എന്നൊക്കെ. പക്ഷെ അതൊക്കെ എങ്ങനെ സാധിക്കും, ഏതാണ് അതിൻ്റെ വഴി, അതിനെക്കുറിച്ചുള്ളൊരു ഡയറക്ഷൻ തരാനൊന്നും അന്ന് പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അവർക്ക് അതിനെക്കുറിച്ച് ഉള്ളൊരു ധാരണയില്ല. കൂടുതലും അവർ സർവൈവ് ചെയ്യാനായിട്ട്, അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു സർവൈവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു അതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് അതിന് എന്ത് സാഹചര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ശരിയാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടമാണത്. സാമ്പത്തികമായിട്ട് അതിന് പരിമിതികളുണ്ടെങ്കിലും നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. എനിക്കിത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാലും ഒന്ന് ചെയ്തു നോക്കണം ശരിക്കും. പിന്നെ ആണെങ്കിൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.